ചരിത്രമുറങ്ങുന്ന പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ നാട്ടുകൽ എന്ന പ്രകൃതി മനോഹരമായ നാട്ടിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ മാധുര്യം പകർന്ന് തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഇമാം നവവി ഇസ്ലാമിക് കോംപ്ലക്സ് INIC. കാലചക്രത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് അനസ്യൂതമൊഴുകുന്ന ജീവിതയാത്രയിൽ കാലിടറി വീണവർക്കൊരു ഉണർത്തുപാട്ടായി, നിരാലംബർക്കൊരാലംബമായി, നിരാശ്രയർക്കൊരാശ്രയമായി, അനാഥരുടെ കണ്ണീരൊപ്പി അവരെ സംരക്ഷിക്കുന്ന സ്ഥാപനം INIC ഓർഫനേജ്. ആശയറ്റ് നിരാശയിൽ കഴിയുന്ന നിരാശ്രയർക്കൊരാശ്രയമായി നിൽക്കുന്ന INIC ഓർഫനേജിലെ കുട്ടികൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന മാനേജർ റഷീദ് ഉസ്താദ്. വരികൾക്കും വാക്കുകൾക്കും അപ്പുറം തന്റെ കർമ്മപഥത്തിൽ പിന്നിട്ട വഴികളിലൂടെ അത്രയും നന്മയുടെ വിത്തുകൾ പാകുന്ന നന്മമരം റഷീദ് ഉസ്താദ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവനായ നമുക്കേവർക്കും ഒരുപോലെ പ്രിയങ്കരനായ അബൂബക്കർ സാർ. അതെ, നമുക്ക് ഓരോരുത്തർക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മറവിയുടെ കനാളഹസ്തങ്ങളിൽ അകപ്പെടാത്ത, ഓർമ്മയുടെ മനോമുകുരങ്ങളിൽ നിന്നും തിങ്ങി വിളങ്ങി നിൽക്കുന്ന മധുര മനോഹര സുന്ദര സുരഭിലമായ ഓർമ്മകൾ സമ്മാനിച്ച ക്യാമ്പസ് INIC. 2013-2014 SSLC ബാച്ചിലെ A ഡിവിഷനിലെയും B ഡിവിഷനിലെയും വിദ്യാർത്ഥികൾ 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കുകയാണ്. 2020 ഫെബ്രുവരി 23 ഞായറാഴ്ച. ചരിത്രത്തിന്റെ ചിതൽ പിടിക്കാത്ത തങ്കത്താളുകളിൽ സ്വർണ്ണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ദിവസം ഫെബ്രുവരി 23. നമ്മുടെ കളിച്ചിരികൾ കൊണ്ട് ശബ്ദമുഖരിതമായിരുന്ന ആ ക്ലാസ് റൂമുകൾ, കലപില കൂട്ടിയ വരാന്തകൾ, അടിപിടി കൂടിയ ഇടവഴികൾ, പ്രണയം പരത്തുന്ന മരച്ചുവടുകൾ, ഹൃദയം കീഴടക്കിയ സൗഹൃദങ്ങൾ, അറിവ് പകർന്നു തന്ന അധ്യാപകർ, കാലത്തിന് ക്ലാവ് പിടിപ്പിക്കാൻ കഴിയാത്ത അനശ്വരമായ ആ ഓർമ്മകളുടെ ഭൂതകാലത്തിലേക്ക് നമുക്കൊരിക്കൽ കൂടി തിരിഞ്ഞു നടക്കാം. വിട പറയാൻ നേരത്തുതിർന്നു വീണ മിഴിനീരിന് പുഞ്ചിരി പകരം നൽകാം. നമ്മുടെ വരവും കാത്തിരിക്കുന്ന ആ പഴയ ക്ലാസ് റൂമുകളിൽ ഒരിക്കൽ കൂടി നമുക്കൊരുമിച്ചിരിക്കാം. കാലം മാറ്റം വരുത്തിയ കോലത്തിനുമപ്പുറം മാറ്റം വരാത്ത മനസ്സുമായി നമുക്ക് ആ പഴയ 10ാം ക്ലാസ്സുകാരാവാം. നമ്മെ തഴുകി തലോടി കടന്നു പോകുന്ന കാറ്റുപോലെ അനസ്യൂതം ഒഴുകി നീങ്ങുന്ന കാലം നമ്മെ പല കോണുകളിൽ എത്തിച്ചു. ജീവിത തിരക്കുകളായി, പ്രാരാബ്ദങ്ങളായി. എങ്കിലും എത്ര വലിയ തിരക്കാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഫെബ്രുവരി 23 എന്ന ദിവസം എല്ലാവരും INICയുടെ ക്യാമ്പസിൽ ഒത്തുകൂടണം. ജീവിതത്തിൽ നമുക്ക് ഓർക്കാനും സന്തോഷിക്കാനും ഇതൊക്കെയല്ലേ ഉള്ളൂ ചങ്കുകളെ. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഓർമ്മയില്ലേ? നമ്മുടെ സമീർ മാഷ്, ശ്രീകല ടീച്ചർ, അൻഷാദ് മാഷ്, സുരേഷ് സാർ, ഹേമ ടീച്ചർ, രജനി ടീച്ചർ, റാസിയ ടീച്ചർ, റമീസ ടീച്ചർ, ആമിന ടീച്ചർ, ഭാഗ്യ ടീച്ചർ, സലീം മാഷ്, നാസർ മാഷ്, കരീം മാഷ്, ഭാസ്കരൻ മാഷ്, പിന്നെ ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി കഠിന പ്രയത്നം നടത്തിയ ഖാദർ മാഷും സെയ്താലിക്കുട്ടി മാഷും. അധ്യാപന ജീവിതത്തിന്റെ കർമ്മപഥത്തിൽ കാതങ്ങൾ താണ്ടുമ്പോഴും കാലിടറാതെ INICക്ക് വേണ്ടി പ്രയത്നിച്ച സെയ്താലിക്കുട്ടി മാഷ്. രംഗബോധമില്ലാത്ത കോമാളിയായി മരണം അദ്ദേഹത്തെ പുൽകിയപ്പോൾ INICക്ക് നഷ്ടമായത് താങ്ങും തണലുമായി നിലനിന്നിരുന്നൊരു വടവൃക്ഷമായിരുന്നു. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇന്നും മരിക്കാത്ത ഓർമ്മയായി അദ്ദേഹമുണ്ട്. അദ്ദേഹം തന്ന വിജ്ഞാനമുണ്ട്, അദ്ദേഹം തന്ന സ്നേഹമുണ്ട്. അദ്ദേഹത്തിന്റെ വേദനിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ രണ്ടിന്റെ കണ്ണുനീർ തുള്ളികൾ തൂവുന്നു. പ്രിയ സൗഹൃദങ്ങളെ, വേർപാടിന്റെ മുറിവിലേക്ക് പുനഃസമാഗമത്തിന്റെ ദിവ്യൌഷധവുമായി നമുക്ക് ഒരുമിക്കാം. ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഫെബ്രുവരി 23 ഞായറാഴ്ച INIC ക്യാമ്പസിലേക്ക്. അന്ന് വരുന്നവർക്ക് അത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരിക്കും, അനുഭൂതിയായിരിക്കും. മരണം വരെ ഓർത്തിരിക്കാനുള്ള സുഖമുള്ള ഓർമ്മയായിരിക്കും. വരാത്തവർക്കതൊരു നഷ്ടമാവും. എത്ര തിരക്കിലായാലും നിങ്ങൾ വരണം. മാനം കാണാതെ പുസ്തകത്താളുകളിൽ ഒളിപ്പിച്ച മയിൽപ്പീലിത്തുണ്ടിന്റെ പരിശുദ്ധി പോൽ നാം കാത്തു സൂക്ഷിച്ച ആ പഴയ സൗഹൃദം നമുക്ക് തിരിച്ചു പിടിക്കണം. 6 വർഷത്തിന് ശേഷം കാണുമ്പോ നീ അങ്ങ് തടിച്ചല്ലോടാ, നിനക്ക് 2 കുട്ടികളായോടി തുടങ്ങിയ വിശേഷങ്ങൾ ചോദിച്ച് കണ്ണ് നിറച്ച് മനസ്സ് നിറഞ്ഞ് കെട്ടിപ്പിടിക്കണം. ഓർമ്മകളായി വിറക്കണം. 1000 കിനാക്കൾ കൊണ്ടൊരാത്മാവിലേക്ക് പകരണം. നമ്മളെ ഇങ്ങനെ ഒരുമിപ്പിക്കാൻ രാപ്പകലില്ലാതെ ഓടി നടക്കുന്ന 2 പേരുണ്ട്. സനൂപ് എറണാകുളവും ഹൈദരലി TPയും. അവരുടെ പരിശ്രമങ്ങളെ നാം കണ്ടില്ലെന്ന് നടിക്കരുത്. നിങ്ങൾ വരും. കാരണം നമ്മൾ അത്രയ്ക്ക് വലിയ ചങ്കളായിരുന്നില്ലടാ. എല്ലാവരെയും ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാ. നിങ്ങൾ വരണം, കാത്തിരിക്കും. നമ്മൾ ഒരുമിക്കുന്ന ഫെബ്രുവരി 23 എന്ന ദിവസത്തിന് വേണ്ടി. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
9048491865.